ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഒരു കമ്പ്യൂട്ടറിലെ ഇൻപുട്ട് ഡിവൈസസുകൾ എന്നുള്ളത്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പ്യൂട്ടറിനകത്തേക്ക് ഇൻഫോർമേഷൻസുകൾ അല്ലെങ്കിൽ ഡാറ്റാസുകൾ എൻ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസസുകളെയാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഗിവ് ഇൻഫോർമേഷൻ into the computer is known as input devices. നെക്സ്റ്റ് ഏതൊക്കെയാണ് ആ ഇൻപുട്ട് ഡിവൈസസുകൾ എന്നുള്ളത്. ഇത്രയും കീബോർഡ്, മൗസ്, ജോയ്സ്റ്റിക്ക് എന്ന് പറയുന്ന കുറേ ഡിവൈസ് ഓരോന്നും എടുത്തു നോക്കാം. ആദ്യമായിട്ട് കീബോർഡ് എന്ന് പറയുന്നത് വെരി പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻപുട്ട് ഡിവൈസസ് ആണ് കീബോർഡ് എന്ന് പറയുന്നത്. ഡാറ്റാസുകൾ കമ്പ്യൂട്ടറിനകത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് കീബോർഡിൻ്റെ എയിം. അതിനകത്ത് ഒരു രണ്ട് രീതിയിലുള്ള കീബോർഡുകളാണ് ഉണ്ടായിരുന്നത്. 84 കീകളുള്ളതും പിന്നെ 101, 102 കീസുകൾ. പക്ഷേ ഇന്ന് അത് 104ഉം 108ഉം കീകളിലുള്ള കീബോർഡുകളൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. വിൻഡോസിലും ഇൻ്റർനെറ്റിലൊക്കെ അവൈലബിൾ. നെക്സ്റ്റ് അത് ഏതൊക്കെയാണ് ആ കീബോർഡിനകത്ത് കീകൾ. ഒന്ന് ടൈപ്പിംഗ് കീ എന്ന് പറയുന്നത്, അതായത് ആൽഫബറ്റിക് കീസ്, ഡിജിറ്റൽ കീ എന്ന് പറയുന്നത്. ടൈപ്പിംഗ് കീ എന്ന് പറഞ്ഞാൽ നോർമലി A to Z ഫ്രം ആൻഡ് നമ്പേഴ്സിലുള്ള 1 2 3 4 അപ് ടു 0 to 9 വരെയുള്ള നമ്പേഴ്സ് ഉള്ള ഒരു കീ ആണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ന്യൂമറിക് കീപാഡ് എന്ന് പറയുന്നത്. ന്യൂമറിക് കീപാഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളുടെ കീബോർഡിനകത്ത് ഏറ്റവും റൈറ്റ് സൈഡിൽ നമ്പേഴ്സ് ഉണ്ട്. അതിന് ആ ഒരു പോർഷനെയാണ് നമ്മൾ ന്യൂമറിക് കീപാഡ് എന്ന് പറയുന്നത്, കീസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും എന്തുണ്ട്, നമ്പേഴ്സുകളുണ്ട്. 0 മുതൽ 9 വരെയുണ്ട്. ഓൾസോ പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷൻ പോലെയുള്ള ഒരു കാൽക്കുലേറ്റിംഗ് ഡിവൈസസ് പോലെയുള്ള കീസുകൾ അവൈലബിൾ ആണ്. അടുത്തത് ഫങ്ഷൻ കീ എന്ന് പറയുന്നത്. ഫങ്ഷൻ കീ എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൽ 12 ഫങ്ഷൻസ് കീ ഉണ്ടാവും. F1, F2, F3 എന്ന് പറയുന്നത്. ഓരോന്നിനും ആ ഓരോ കീക്കും ഓരോ മീനിങ് ഉണ്ട്, യുണീക്ക് മീനിങ് ഉണ്ട്. ചില സ്പെസിഫിക് പർപ്പസസിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് കൺട്രോൾ കീ എന്ന് പറയുന്നത് സ്ക്രീനും കേഴ്സറും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ കീസുകൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് 4 ഡയറക്ഷണൽ ആരോ കീ. അതിനകത്ത് അപ്പ്, റൈറ്റ്, ലെഫ്റ്റ്, പിന്നെ ബോട്ടം എന്ന് പറയുന്ന 4 ആരോ കീകളുണ്ട്. പിന്നെ അത് കൂടാതെ കൺട്രോൾ കീക്കകത്ത് ഓൾറെഡി ഹെൻഡ്, പിന്നെ ഇൻസേർട്ട്, ഹോം, പേജ് അപ്പ്, ഡിലീറ്റ്, ഡൗൺ, പേജ് ഡൗൺ, എൻഡ് എന്ന് പറയുന്ന 6 കീകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ചില സ്പെഷ്യൽ പർപ്പസസ് കീ ആണ്. കീബോർഡ് ഓൾസോ കണ്ടെയ്ൻ സ്പെഷ്യൽ പർപ്പസസ് കീ സച്ച് ആസ് എൻ്റർ, ഷിഫ്റ്റ്, ക്യാപ്സ് ലോക്ക്, നം ലോക്ക്, സ്പേസ് ബാർ, ടാബ് ആൻഡ് പ്രിന്റ് സ്ക്രീൻ. അങ്ങനെ ഇவ்விധം 5 കീകളാണ് ഇതിനകത്ത്, കീയിങ് ടൈപ്പുകളാണ് നമ്മളുടെ ഒരു കീബോർഡിനകത്ത് കാണുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മൗസിനെ കുറിച്ചാണ്. മൗസ് എന്ന് പറയുന്നത് ഒരു പോയിൻറ്റിങ് ഡിവൈസസ് ആണ്, പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിവൈസസ് ആണ്. പിന്നെ അത് ഒരു കേഴ്സറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ്, സ്ക്രീനിനകത്ത് നമ്മളുടെ കേഴ്സറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൗസ് യൂസ് ചെയ്യുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ടെക്സ്റ്റുകൾ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി കഴിയില്ല. ഇതിനകത്ത് 2 ബട്ടൺ ഉണ്ട് ജനറലി, ഒന്ന് ലെഫ്റ്റ്, മറ്റൊന്ന് റൈറ്റ് ബട്ടൺ. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത് മൗസിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചിട്ട് ആ മൗസിൻ്റെ മൂവ്മെൻറ്റ് എന്ത് ചെയ്യും, CPU സെൻഡ് ചെയ്ത് കൊടുക്കും എന്നുള്ളത്. മൗസിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചിട്ട് കറസ്പോണ്ടിങ് സിഗ്നൽസ് എന്ത് ചെയ്യും, CPU സെൻഡ് ആവും എന്നുള്ളത്.
ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈസി ടു യൂസ്, ഒന്ന് എളുപ്പത്തിൽ യൂസ് ചെയ്യാം, പിന്നെ എക്സ്പെൻസ് വളരെ കുറവാണ്, പിന്നെ നമ്മുടെ കീബോർഡിനകത്ത് ആരോ കീകളുണ്ട്, അതിനേക്കാൾ കൂടുതൽ ഫാസ്റ്റ് ആയിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, മൂവ് ചെയ്യിക്കാൻ കഴിയും മൗസ് കീ ഉപയോഗിച്ചുകൊണ്ട്. നെക്സ്റ്റ് പറയുന്നത് ജോയ്സ്റ്റിക്ക് ആണ്. ജോയ്സ്റ്റിക്ക് എന്ന് പറയുന്നത് ഇസ് എ പോയിൻറ്റിങ് ഡിവൈസസ് ആണ്, വിച്ച് ഈസ് യൂസ്ഡ് ടു മൂവ് ദ കേഴ്സർ. അതായത് നമ്മളുടെ മൗസിന് പകരം വെക്കാവുന്ന ഒരു ഡിവൈസസ് ആണ് ജോയ്സ്റ്റിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടുതൽ ഉപയോഗിക്കുന്നത് ഗെയിമിങ് മറ്റ് പർപ്പസസിന് വേണ്ടിയിട്ടാണ് ജോയ്സ്റ്റിക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ കമ്പ്യൂട്ടർ എയ്ഡഡ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഡിസൈൻ നടത്തുമ്പോൾ, അതേപോലെ ഗെയിംസുകൾ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ജോയ്സ്റ്റിക്ക് കൂടുതലായി ഉപയോഗിക്കാറ്. എന്ന് പറയുന്നത് ലൈറ്റ് പെൻ ആണ്. ലൈറ്റ് പെൻ എന്ന് പറയുന്നത് ഒരു പോയിൻറ്റിങ് ഡിവൈസസ് ആണ്. അത് ആ പോയിൻറ്റിൻ്റെ ടിപ്പിനകത്ത്, അതായത് കമ്പ്യൂട്ടർ സ്ക്രീൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ലൈറ്റ് പെന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ പെന്നിൻ്റെ ഒരു ടിപ്പിനകത്ത് ഒരു ഫോട്ടോസെൽ എന്ന് പറയുന്നത് ഉണ്ട്, ഒരു കണ്ടന്റ് ഉണ്ട് ഫോട്ടോസെൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സഹായത്തോടു കൂടിയാണ് ഇതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. ഈ പെന്നിൻ്റെ ടിപ്പ് നമ്മൾ ഒരു മോണിറ്റർ സ്ക്രീനിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ, ഇനി ആ പെന്ന് വെച്ചുകൊണ്ട് അത് നമ്മൾ അമർത്തി കഴിഞ്ഞാൽ ഈ പേനക്കകത്തുള്ള ഫോട്ടോ സെൻസ് ആ എലമെൻസിനെ സെൻസ് ചെയ്യുകയും അതിനെ ഡിറ്റക്റ്റ് ചെയ്യും, സ്ക്രീനിൻ്റെ ലൊക്കേഷൻ ഡിറ്റക്റ്റ് ചെയ്യുകയും CPU സെൻഡ് ചെയ്യുകയും ചെയ്യും. ഇതിപ്പോൾ ലൈറ്റ് പെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില മൊബൈലുകളിലൊക്കെ. മൊബൈലിൻ്റെ ഒപ്പം നമുക്കൊരു പേന കിട്ടാറുണ്ട്. അടുത്തത് ട്രാക്ക് ബാൾ എന്ന് പറയുന്നത്. ട്രാക്ക് ബാൾ എന്ന് പറഞ്ഞാൽ പകുതി ഇപ്പോൾ ഒരു മൗസ് പോലെ തന്നെ ഉള്ളൊരു ഡിവൈസസ് ആണ്. അതിൻ്റെ മുകളിൽ ഒരു ബോൾ ഉണ്ടാവും. മൗസിൻ്റെ താഴെയാണ് ബാൾ ഉള്ളത്. ഈ ട്രാക്ക് ബാളിനകത്ത് താഴെയും മുകളിലും ബാൾ ഉണ്ടാവും. ഇതിനകത്ത് നമുക്ക് കൈവിരൽ കൊണ്ട് ആ മുകളിലുള്ള ബാൾ ഇങ്ങനെ മൂവ് ചെയ്യാം. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം എന്നുള്ളത്. കൂടുതൽ ലാപ്ടോപ്പുകളിലും നോട്ട് പാഡിലുകളും പിന്നീട് നോട്ട് പാഡുകളിലും ലാപ്ടോപ്പുകളിലുമാണ് യൂസ്. അടുത്തത് സ്കാനറാണ്. സ്കാനർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനകത്തേക്ക് ഒരു ഹാർഡ് കോപ്പി സ്കാൻ ചെയ്തുകൊണ്ട്, അതായത് എന്തെങ്കിലും എഴുതിയിട്ടുള്ള പേപ്പറിൽ നിന്നുള്ള കണ്ടൻറ്റുകളെ കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്കാനേഴ്സ് ഉപയോഗിക്കുന്നത്. ഒരു ഫോട്ടോ കോപ്പി മെഷീൻ പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്കാനർ ഈ ഇമേജസുകൾ എന്ത് ചെയ്യും, ക്യാപ്ചർ ചെയ്യും. പിന്നീട് അതിനെ ഡിജിറ്റൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഹാർഡ് ഡിസ്കിനകത്ത് സ്റ്റോർ ചെയ്യപ്പെടും. ഇനി സ്കാൻ ചെയ്ത ഇമേജ് നമുക്ക് വേണമെങ്കിൽ എഡിറ്റിംഗ് ഓപ്ഷൻസുകളൊക്കെ അവൈലബിൾ ആണ്, എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഡിജിറ്റൈസറിനെ കുറിച്ചിട്ടാണ്. ഡിജിറ്റൈസർ എന്ന് പറഞ്ഞാൽ ഒരു ടാബ്ലറ്റ് അല്ലെങ്കിൽ ഗ്രാഫിക് ടാബ്ലറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതിനെ ഒരു പിക്ചറിനെ ഇറ്റ് കൺവേർട്ട് ഗ്രാഫിക് ആൻഡ് പിക്ചോറിയൽ ഡാറ്റ ഇൻ ടു ബൈനറി ഇൻപുട്ട്. നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ടാബ്ലറ്റിനകത്ത് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അതേ ഇൻഫോർമേഷൻസ് ആ ഇൻപുട്ട് നമുക്ക് എന്തിലോട്ട് കൊടുക്കാം, കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കാവുന്നതാണ്. അതെന്താവും, ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടറിനകത്തേക്ക് ഫീഡ് ചെയ്യും. ഗ്രാഫിക് ടാബ്ലറ്റ് അല്ലെങ്കിൽ ആസ് എ ഡിജിറ്റൈസർ എന്ന് പറയുന്നത് ഡ്രോയിങ്ങിന് വേണ്ടിയിട്ടും ഇമേജ് മാനിപ്പുലേഷനുമാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നവരൊക്കെ ഈ ടാബ്ലറ്റുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ വെച്ചിങ്ങനെ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ബോർഡിന് പകരം ഈ ടാബ്ലറ്റ് യൂസ് ചെയ്യാം. ഇതിലിങ്ങനെ എഴുതുന്നത് അവർക്ക് ഡിസ്പ്ലേയിൽ കാണാൻ കഴിയും. അടുത്തത് മൈക്രോഫോൺ എന്ന് പറയുന്നത് വോയിസ് ആയിട്ട് ഇൻപുട്ട് കൊടുക്കുക എന്നുള്ളതാണ് മൈക്രോഫോണിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് മാഗ്നറ്റിക് ഇങ്ക് റീഡർ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഇങ്ക് റീഡർ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് കൂടുതലും ബാങ്കുകളിലേക്കാണ്. ഒരുപാട് ചെക്കുകളൊക്കെ പ്രോസസ്സ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ആ ചെക്കിനകത്ത് ഒരു ബാങ്ക് കോഡ് ഉണ്ടാവും. ആ ചെക്കിൽ ഒരു സ്പെഷ്യൽ ഇങ്ക് കൊണ്ട് ആ ചെക്കിൻ്റെ നമ്പറും അതേപോലെ ബാങ്ക് കോഡും ഒരു സ്പെഷ്യൽ ഇങ്ക് വെച്ചുകൊണ്ട് ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ഉള്ള ഒരു ഇങ്ക് വെച്ചുകൊണ്ട് അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അതൊരു മാഗ്നറ്റിക് മെഷീൻ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, റീഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മാഗ്നറ്റിക് ഇങ്ക്
കാർഡ് റീഡർ എന്ന് പറയുന്ന MICR നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഡിവൈസസ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇത്തരത്തിലുള്ള ഒരു മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് വെച്ചുകൊണ്ട് എഴുതിയ ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? റീഡ് ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇനി അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫാസ്റ്റ് ആണ്, പിന്നെ കുറച്ച് എററേ വരൂ എന്നുള്ളത്. അടുത്തത് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡറാണ്. മറ്റൊന്ന് ടെക്സ്റ്റ് ഒപ്റ്റിക്കലി ഓസിയ സ്കാൻസ് ടെക്സ്റ്റ് ഒപ്റ്റിക്കലി. അപ്പോൾ ടെക്സ്റ്റുകൾ ഒപ്റ്റിക്കലായിട്ട് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ക്യാരക്ടർ ബൈ ക്യാരക്ടർ എന്ത് ചെയ്യും? ഇത് സ്കാൻ ചെയ്യും. പിന്നെ ഒരു ടെക്സ്റ്റിലെ ക്യാരക്ടർ ബൈ ക്യാരക്ടർ സ്കാൻ ചെയ്യും. ദെൻ കൺവേർട്ട് ദം ഇൻ ടു മെഷീൻ റീഡബിൾ കോഡ്. പിന്നീട് അത് മെഷീൻ റീഡബിൾ ആക്കിയിട്ട് മാറ്റും എന്നുള്ളത്. എന്നിട്ട് അത് മെമ്മറി. അടുത്തത് ബാർകോഡ് റീഡറാണ്. നമ്മൾ പ്രധാനമായിട്ടും സൂപ്പർ മാർക്കറ്റിലും മാർജിൻ ഫ്രീയിലും അങ്ങനെ എല്ലായിടത്തും കാണുന്ന ഒന്നാണ് ബാർകോഡ് റീഡർ എന്ന് പറയുന്നത്. അതായത് യൂസ്ഡ് ഫോർ റീഡിങ് ദ ബാർകോഡ് ഡാറ്റ. ഒരു ബാർകോഡിനകത്ത് എന്ത് ഡാറ്റയാണോ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ബാർകോഡ് റീഡർ യൂസ് ചെയ്യുന്നത്. പിന്നെ അപ്പോൾ ഇത് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ലാബലിംഗ് ഗുഡ്സുകളൊക്കെ ലാബിൽ ചെയ്യാൻ, ആ ചരക്കുകൾ, പിന്നെ നമ്മളുടെ നോട്ട്ബുക്കുകൾ, നമ്പറിങ് നോട്ട്ബുക്കുകൾ, പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? ബാർകോഡർ ഉപയോഗിക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കമ്പ്യൂട്ടറിനകത്ത് ഈ ബാർകോഡ് റീഡർ ഉപയോഗിച്ചുകൊണ്ട് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാൻ, കമ്പ്യൂട്ടറിനകത്തേക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഈ ബാർകോഡ് റീഡർ അതിനകത്തെ ബാർകോഡ് ഇമേജ് എന്ത് ചെയ്യും? സ്കാൻ ചെയ്യും. ആ സ്കാൻ ചെയ്തിട്ട് ആ ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യും? ആൽഫ ന്യൂമറിക് വാല്യൂ ആയിക്കൊണ്ട്, കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലുള്ള വാല്യൂ ആയിക്കൊണ്ട് എന്ത് ചെയ്യും? കമ്പ്യൂട്ടറിനകത്തേക്ക് സ്റ്റോർ ചെയ്യും എന്നുള്ളത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷൻ വരുന്നത്. അടുത്തത് ഒപ്റ്റിക് മാർക്ക് റീഡർ എന്ന് പറയുന്നത്. ഒപ്റ്റിക് മാർക്ക് റീഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ OMR എന്ന് പറയുന്നത്, PSC എഴുതുന്നവർക്കൊക്കെ കൂടുതൽ നമുക്ക് മനസ്സിലാവും അല്ലേ? അതായത് പേന ഉപയോഗിച്ചുകൊണ്ട് OMR കൂടുതലും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ OMR ഒപ്റ്റിക്കൽ സ്കാനേഴ്സ് യൂസ് ചെയ്യുന്നത് നമ്മളുടെ പെന്നോ അല്ലെങ്കിൽ പെൻസിൽ കൊണ്ടോ എഴുതിയത് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പേന കൊണ്ടോ അല്ലെങ്കിൽ പെൻസിൽ കൊണ്ടോ എഴുതിയത് വരെ റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയും ഏതിന്? OMR എന്ന് പറയുന്ന റീഡർക്ക്, OMR എന്ന് പറയുന്ന ഡിവൈസിന്, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന് പറയുന്ന ഡിവൈസിന്. അപ്പോൾ സ്പെഷ്യലി യൂസിങ് ഫോർ ചെക്കിംഗ് ദ ആൻസർ ഷീറ്റ് ഓഫ് എക്സാമിനേഷൻ ഹാവിങ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉള്ള എക്സാമിനേഷൻ ഷീറ്റുകളൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് OMR ഈ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ഡിവൈസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇൻപുട്ട് ഡിവൈസസുകൾ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. താങ്ക് യു.